ഓവൻ കോയിലും പിള്ളേരും അങ്ങനെ ഫർണസിന്റെ ചൂട് പഞ്ചാബിനെ അറിയിച്ചിരിക്കുകയാണ്. അവിടെ കളിച്ച രണ്ട് മത്സരങ്ങളിലും ജംഷഡ്പൂർ എഫ് സിക്ക് ജയം. 1-0 എന്ന സ്കോർ ലൈനിലാണ് രണ്ട് മത്സരങ്ങളും ജയിച്ചിരിക്കുന്നത്. ഈ ഒരു മാച്ചിൽ ആക്ച്വലി ഞാൻ ജംഷഡ്പൂരിന് വലിയ ചാൻസ് കളിക്ക് മുന്നേ കൊടുത്തിരുന്നില്ല. കാരണം പഞ്ചാബ് ഒരു അട്രാക്റ്റീവ് ബ്രാൻഡ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അവരിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു ഇൻറ്റൻസ് ആയ മത്സരമായിരുന്നു തുടക്കത്തിൽ. എന്തായാലും അവസാനം അർഷിന്റെ ആ ഒരു മിസ്റ്റേക്ക് എന്ന് തന്നെ പറയാല്ലേ. അത് ശരിക്കും അങ്ങനെ ആ ബോൾ പഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ പിടിക്കണം, അല്ലെങ്കിൽ പഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്റ്റൻസിൽ പഞ്ച് ചെയ്യണം. ഇതൊരുമാതിരി പഞ്ച് ചെയ്ത് വിൻസിയുടെ മേത്ത് തട്ടി വളരെ കോമഡി ആയിട്ടുള്ളൊരു ഗോള് കൺസീഡ് ചെയ്ത് പഞ്ചാബ് അങ്ങനെ ഈ മത്സരം തോറ്റിരിക്കുകയാണ്. എന്തായാലും ജംഷഡ്പൂർ കംപ്ലൈന്റ് ഒന്നും ചെയ്യില്ല. കാരണം അവർക്ക് ഈ ജയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവർ വളരെ നീറ്റായിട്ട് തന്നെ ആ റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് ഒട്ടും വൈകാതെ കടക്കാം. ആ ഫസ്റ്റ് ഹാഫ് എന്തായിരുന്നു ശരിക്കും? ഇതുവരെയുള്ള മത്സരങ്ങളിൽ രണ്ട് ടീമുകളും ഒരു 35-40 മിനിറ്റ് വരെ, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് എന്ന് ജനറലി മൊത്തത്തിലെടുത്ത് പറയുകയാണ്, രണ്ട് ടീമുകളും ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് എൻഡ് ടു എൻഡ് കളിച്ച ഒരു മത്സരം വേറെ ഉണ്ടായിട്ടില്ല. ഓബിയസ്ലി ആ ഒരു ഫൈനൽ തേർഡിൽ അവർക്ക് രണ്ടുപേർക്കും ആ ഒരു ക്വാളിറ്റി കണ്ടെത്താനായില്ല. പക്ഷേ ജംഷഡ്പൂർ ഒരു അറ്റാക്ക് ഇങ്ങോട്ട് നടത്തുമ്പോൾ പഞ്ചാബ് തിരിച്ച് ഇങ്ങോട്ട് നടത്തും. അങ്ങനെ എൻഡ് ടു എൻഡ് ആയിട്ട് ഒരു ത്രില്ലിംഗ് തുടക്കം തന്നെ. ശരിക്കും ആ പിച്ചിൽ ഒരു പ്ലെയറിന് ശ്വാസം വിടാൻ പോലും സമയമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടെമ്പോ നമ്മൾ ISL അങ്ങനെ പൊതുവെ കാണാറില്ല. പഞ്ചാബിനെ നമുക്കറിയാം, അവർക്ക് ആ ഒരു ഓപ്പൺ മത്സരത്തിനോടാണ് അവർക്ക് എപ്പോഴും താല്പര്യം. കാരണം സ്പേസുകൾ ഉണ്ടാവുമ്പോഴും കൂടുതൽ എൻഡ് ടു എൻഡ് ആവുമ്പോഴും അതിനുള്ള ആ ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ലൈക്ക് വിങ്ങേഴ്സ് ആയാലും ലുങ്ഡിമും സുഹൈലും, ഇപ്പുറത്താണെങ്കിൽ ഉവൈസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബികാഷ് കളിച്ചു ഈ മത്സരത്തിൽ, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം. ഇവരെല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു പവർ അവർക്കുണ്ട്. പഞ്ചാബിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജംഷഡ്പൂർ ആ കാര്യത്തിൽ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാനൊരു പക്ഷേ സനാനിൽ നിന്ന് മാത്രമാണ് അങ്ങനെ ഒരു പെർഫോമൻസ് ഈ മത്സരത്തിൽ എക്സ്പെക്ട് ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും ഒന്ന് മുട്ടിയും തട്ടിയൊക്കെ കളിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരും ആക്ച്വലി പഞ്ചാബിനെ മാച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. രണ്ട് ടീമും ഗോളുകൾ കണ്ടെത്തിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു നിമിഷം പോലും ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഞാൻ ഇതുവരെ കണ്ട മത്സരങ്ങളിൽ രണ്ട് ടീമും ഇതുപോലെ കട്ടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നത് ഇത്രയും ഡ്യൂറേഷനിൽ കണ്ടിട്ടില്ല. ഓബിയസ്ലി ചില പാച്ചുകളിൽ ചില ടീമുകൾ കൗണ്ടർ ചെയ്യും, ചില ടീമുകൾ ഡോമിനേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരുമാതിരി അവരെന്ത് ചെയ്താലും അതിലും അധികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ രണ്ടുപേരും കട്ടക്കാണ് കളിച്ചത്. അതുപോലെ തന്നെ ആ ഫസ്റ്റ് ഹാഫിൽ രണ്ട് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ തമ്മിലുള്ള ഒരു മൽപ്പിടുത്തം നമ്മൾ കാണാനിടയുണ്ടായി. ബിജോയും മെസ്സി ബോളിയും. ആ ഒരു ബാറ്റിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം മെസ്സി ബോളി നല്ല ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബിജോയും കട്ടയ്ക്ക് തന്നെ പിടിച്ചു നിന്നു. നമുക്കറിയാം ബിജോയ് ഒരു മലയാളി താരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ആ പ്ലെയറിന്റെ കരിയർ ട്രജക്ടറി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് പഞ്ചാബിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് അത് വളരെ നല്ല കാര്യമാണ്. കാരണം അവിടെ ഒരു നല്ല സിസ്റ്റം ഉണ്ട്, യങ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോച്ച് ഉണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് മിനിറ്റ്സ് കളിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബിജോയുടെ ഡെവലപ്മെന്റിന് വളരെ നല്ലതാണ്. പക്ഷെ പഞ്ചാബ് നമുക്കറിയാം, ഇങ്ങനത്തെ ഒരു ഓപ്പൺ മത്സരങ്ങളിൽ അവർ കുറെ ടോപ്പ് ടീമുകളായിട്ട് എൻട്രി ആണെങ്കിൽ ഒരുപക്ഷെ ഒരു ഈസ്റ്റ് ബംഗാൾ ഇപ്പൊ എങ്ങനെ കളിക്കണമെന്ന് നമുക്കറിയാം. ഇന്നും നമ്മൾ അവരുടെ പെർഫോമൻസ് കണ്ടു. ഈസ്റ്റ് ബംഗാളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്പൺ മത്സരത്തിലേക്ക് അവർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, കംപ്ലീറ്റ്ലി എൻഡ് ടു എൻഡ് വരികയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സെൻറ്റർ ഫോർവേഡിനായിട്ടൊക്കെ നേരിടുമ്പോൾ ബിജോയ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. കാരണം മെസ്സി ബോളി നമുക്കറിയാം ഫിസിക്കലി ഈ മത്സരത്തിൽ ഒരു കോമ്പറ്റീഷൻ നൽകിയെങ്കിലും ടെക്നിക്കലി അത്ര ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പ്ലെയർ ഒന്നും അല്ല. ഒരുപക്ഷെ ഒരു തട്ടിക്കൂട്ട് സെൻറ്റർ ഫോർവേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഫോറിൻ സൈനിങ് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ജംഷഡ്പൂർ FC ചിലപ്പം കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി കൂടിയ സെൻറ്റർ ഫോർവേഡിനെ കൊണ്ടുവരാൻ ശ്രമിച്ചേനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും അങ്ങനെ ഒരു ചാലഞ്ച് ബിജോയിനെ അവൈറ്റ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള മത്സരങ്ങളിൽ. ആൻഡ് ആ ചാലഞ്ചിൽ ബിജോയ് എങ്ങനെ കളിക്കുമെന്ന് കണ്ടറിയാൻ ഞാൻ ഭയങ്കര ക്യൂരിയസുമാണ്. ജംഷഡ്പൂർ പഞ്ചാബിനോട് അവരുടെ സ്റ്റൈലിൽ തന്നെ മുട്ടി നിൽക്കാനുള്ള മെയിൻ കാരണം അത് ആ ഓവൻ കോയിലിന്റെ ചങ്കൂറ്റം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മാനേജറാണ് പുള്ളി. ജംഷഡ്പൂരിൽ പുള്ളിക്ക് ഓൾറെഡി വലിയൊരു ചരിത്രമുണ്ട്. ഈ സെയിം ടീം ഖാലിദ് ജമീലിന്റെ കീഴിലായിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നതിനെ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത്. ഇതിൽ രണ്ടിൽ ഏതാണ് ശരിയെന്നൊന്നും വാദിക്കാനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വലിയ മിറാക്കിളുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാനേജറാണ്. പുള്ളി അച്ചീവ് ചെയ്തിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ വേറെ ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ അതാണോ ഇതാണോ ശരിയെന്നൊന്നും നമ്മളിവിടെ വാദിക്കണ്ട. ഏത് റിസൾട്ട് ഉണ്ടാക്കുന്നോ അതാണ് അപ്പോഴത്തെ ശരി. ആൻഡ് ഇവിടെ ഓവൻ കോയിൽ ആ ക്രെഡിറ്റ്
ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ മിഡ്ഫീൽഡിൽ പഞ്ചാബിന്റെ ഏറ്റവും ക്രിയേറ്റീവ് പ്ലെയർ ആയ ഡാനി റമീറസിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകാതെ പ്രൊണോയിനെയും നിക്കോളസ് സ്റ്റോയാനോവിച്ചിനെയൊക്കെ അവിടെ കളിപ്പിച്ച് അവിടെ ഭയങ്കര ഒരു ടൈറ്റ് ആക്കി കളി. അത് മാത്രമല്ല പഞ്ചാബിന്റെ ആ വിങ് ബാക്കുകളും വിങ്ങേഴ്സും അറ്റാക്ക് ചെയ്തപ്പോൾ പ്രതിരോധത്തിലാവാതെ അവരെ വീണ്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു സ്ട്രാറ്റജിയും കോയിൽ മെനഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സനാന്റെ ആ ക്രോസിന്റെ ഒടുവിൽ അർഷിന്റെ ക്ലിയറൻസ് വിൻസിയുടെ മേത്ത് തട്ടി ആ ബോൾ വലയിൽ എത്തുന്നതും. ശരിക്കും പഞ്ചാബിനെ പോലത്തെ ഒരു ഫുട്ബോൾ കളിക്കുന്ന ടീമായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ മത്സരത്തിൽ ഏർപ്പെടാൻ പല ടീമുകളും പല കോച്ചുകളും ഒന്ന് മടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കോയിൽ അതൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളി ഡിസർവിംഗ് ആയിട്ട് അവർ ഈ 3 പോയിന്റ് കൊണ്ട് പോവുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാളിറ്റി സെന്റർ ഫോർവേഡിന്റെ ഒരു അഭാവം ആ ടീമിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം മെസ്സി ബോളിയെ കൊണ്ട് എത്രത്തോളം ആ ഒരു ടീമിന് വേണ്ടിയുള്ള ഗോൾ, കാരണം ഇവൻച്വലി അവിടെ നിന്ന് ഗോളുകൾ വന്നാൽ നമ്പർ 9 പൊസിഷനിൽ നിന്ന് ഗോളുകൾ വന്നാൽ തലാലും സനാനും ഒക്കെ ഗോളുകൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു നമ്പർ 9 പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ടീമിൽ വേറെ എവിടെ നിന്ന് ഗോളുകൾ വരുമെന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ മെസ്സി ബോളി ഫയർ ചെയ്യണമെന്നുള്ളത് അതൊരു കൺസേൺ തന്നെയാണ് ജംഷഡ്പൂരിന്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അവർ 1 ഗോളിന്റെ ലീഡിലാണ് ജയിച്ചിരിക്കുന്നത്. മുഹമ്മദിനായിട്ടുള്ള ഗെയിമിലും മെസ്സി ബോളിക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു, കൺവേർട്ട് ചെയ്യാനായില്ല. അപ്പം ആ ഒരു കൺസേൺ കോയിലിനുണ്ടെങ്കിലും അവർ ജയിക്കുന്നിടത്തോളം കാലം അത് 1-0 ആയിക്കോട്ടെ 2-0 ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ജയം 3 പോയിന്റ് എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലാണ്. ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം 13 മത്സരങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലേ, 13 മത്സരങ്ങളേ ഉള്ളൂ. ആ ഒരു യുണീക്ക് സിറ്റുവേഷനിൽ ഒരു ലീഗ് വിന്നർ ഷീൽഡ് അടിച്ച ഈ ടീമിനെ കൊണ്ട്, ജംഷഡ്പൂരിലെ ടീമിനെ കൊണ്ട് ലീഗ് വിന്നർ ഷീൽഡ് അടുപ്പിച്ചൊരു കോച്ചാണ് കോയിൽ. ഒരു കറുത്ത കുതിര ആവുമോ എന്നുള്ളതാണ്. ഒരു ഡാർക്ക് ഹോഴ്സ് മെന്റാലിറ്റി ജംഷഡ്പൂരിൽ ഈ സീസൺ കൊണ്ടുവരാൻ പറ്റുമോ? എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പല വമ്പന്മാരെയും ഇങ്ങനെ വീഴ്ത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബ് ആയിരുന്നു എൻ്റെ പ്രീ മാച്ച് ഫേവറേറ്റ്സ്. ആക്ച്വലി ഞാൻ ഈ സീസണിൽ പഞ്ചാബിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ സ്റ്റൈലിൽ മാച്ച് ചെയ്ത് അവരെ ഇങ്ങനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം വേറൊരു ദിവസമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർഷിൻ്റെ ആ ഒരു എറർ വരില്ല, ഈ കളി ചിലപ്പോൾ ഒരു 0-0 അവസാനിച്ചേനെ. പക്ഷെ ജംഷഡ്പൂർ ആ കാണിച്ചൊരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു ജയം തേടി പോവുക, ആ ഒരു റിസൾട്ട് കണ്ടെത്തുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, ആ ഒരു സ്പിരിറ്റ്, ആ ഒരു മെന്റാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഓവൻ കോയിലാണെന്നുള്ളതിലൊരു സംശയമില്ല. അത് ഈ ടീമിൽ ഉടനീളം പ്രതിഫലിക്കുന്നുണ്ട്. ആൻഡ് കോയിൽ ആ ടീമിലേക്ക് കൊണ്ടുവരുന്ന പരിചയ സമ്പത്ത് നമ്മൾ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഇങ്ങേരുടെ ടീമുകളെയും നമുക്ക് എഴുതി തള്ളാനാവില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ആ പിച്ചിൽ തോറ്റ ടീമിന്റെ ഭാഗമാവാൻ ഒരിക്കലും അർഹിക്കാഞ്ഞ ഒരു പ്ലെയറിനെ കുറിച്ചാണ്. അത് നമ്മുടെ പഞ്ചാബിന്റെ ലുങ്ഡിമാണ്. എന്തായിരുന്നു ആ പെർഫോമൻസ്! കളിയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു റൈറ്റ് ബാക്ക് പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഇന്റൻസിറ്റി ഉണ്ട്. ബോൾ റിസീവ് ചെയ്യാനാണെങ്കിലും അറ്റാക്കുകൾ മെനയാനാണെങ്കിലും ആ ഒരു ഫ്ലാങ്കിൽ പഞ്ചാബ് എന്ത് ചെയ്യാൻ ശ്രമിച്ചോ അതെല്ലാം ലുങ്ഡിമിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സനാന്റെ ആ ഒരു ഗോളിൽ അവസാനിച്ച ക്രോസിൽ സനാൻ ലുങ്ഡിമിനെ ബീറ്റ് ചെയ്തിട്ടാണ് ആ ബോൾ ഇടുന്നത്. പക്ഷേ ഞാനത് എഴുതി തള്ളാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്നറിയോ, ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു മോമെന്റിൽ മാത്രം നമ്മൾ ആ പ്ലെയറിനെ ജഡ്ജ് ചെയ്യുന്നത് കുറച്ച് ഹാർഷാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും അടിപൊളിയായിട്ട് ലുങ്ഡിൻ കളിച്ചിട്ടുണ്ട്. ആ വിങ്ങിൽ സുഹൈലുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീസൺ മുന്നോട്ട് പോകുന്തോറും വളരെ എഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു ഫുൾ ബാക്കോ അല്ലെങ്കിൽ ഒരു ഡിഫൻഡറോ ആണെങ്കിൽ ഈ 2 പ്ലെയേഴ്സ് നമുക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ലുങ്ഡിമും സുഹൈലും ആ ഒരു വിങ്ങിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് നമ്മുടെ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു ഡിഫൻഡറായിട്ട് ആലോചിക്കാൻ പോലും വയ്യ. കാരണം പേസിലായാലും ട്രിക്കറിയിലായാലും ഈ കാര്യങ്ങളിലെല്ലാം ഈ പ്ലെയേഴ്സ് ഒരു പടി മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫൻഡേഴ്സ് വേസ്റ്റ് നൈറ്റ്മെയർ ആണ് ഈ 2 പ്ലെയേഴ്സ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്ന് ജംഷഡ്പൂരിനെതിരെ ഫർണസിൽ അതിന് ബലം കണ്ടില്ല. പക്ഷേ ഈ സീസണിൽ നമ്മൾ ഒരുപാട് കാണാൻ പോകുന്ന ഒരു കോമ്പിനേഷൻ ആണത്. ആൻഡ് ഒരുപക്ഷെ ഒരുപാട് ടീമുകളെ ആ കോമ്പിനേഷൻ ഹേർട്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. എന്തായാലും ഈ മത്സരം തോറ്റെങ്കിലും എനിക്ക് തോന്നുന്നില്ല പഞ്ചാബിനെ സംബന്ധിച്ച് ഇതൊരു വലിയ സെറ്റ് ബാക്ക് ആണെന്ന്. കാരണം അവർക്കറിയാം ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്. പഞ്ചാബ് എന്തായാലും ഒരു എന്റർടൈനിങ് ടീമാണ്. അത് നമ്മൾ സൂപ്പർ കപ്പിലും എല്ലാം കണ്ടിട്ടുള്ളതാണ്. ആ ടീം ഇനി മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്ട്രോങ് ആവാനുള്ള ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം ചിലപ്പോൾ ലുങ്ഡിമിനെ ഏതെങ്കിലും മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ ഒക്കെ പൊക്കിക്കൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതാണ് ഗൈസ് ഈ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ. ഞാൻ മാക്സിമം വീഡിയോന്റെ ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം കുറച്ച് പേരൊക്കെ വീഡിയോയുടെ ലെങ്ത് പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള
ഒരു ശ്രമത്തിലാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറയുമോ എങ്ങനെയാണ്, ഞാൻ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടോ? കാരണം ഇപ്പം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ക്വാളിറ്റി ചെക്കോ ക്വാളിറ്റി കൺട്രോളോ ഒന്നും ചെയ്യാനുള്ളൊരു സമയം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. ജോലിയും വീഡിയോ എടുപ്പും എല്ലാം കൂടെ ആയിട്ട് ഒരു റോബോട്ട് പ്രവർത്തിക്കുന്ന പോലെ ഇങ്ങനെ കളി കാണുക, ക്യാമറ ഓണാക്കുക, സംസാരിക്കുക, എഡിറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ഒരു റുട്ടീൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കണ്ടന്റ് തന്നെ കണ്ടൊരു ക്വാളിറ്റി ചെക്ക് ഒന്നും വരുത്താനുള്ള ഒരു പ്രയാസമുണ്ട്, സമയപരിമിതികളുണ്ട്. നിങ്ങൾ അതുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. കാരണം എന്നാലേ നമ്മുടെ കോണ്ടന്റിന്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. എന്തായാലും അടുത്ത ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം നടക്കുമെന്ന് തന്നെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് ഒടുവിൽ. അപ്പം നാളെ നമുക്ക് എന്തായാലും ആ ഒരു മത്സരത്തിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് അതിന്റെ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യുക, പ്ലെയർ റേറ്റിംഗ്സ് വേണമെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ 5 കാര്യങ്ങൾ, ഈ 2 വീഡിയോകളും നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. പ്ലെയർ റേറ്റിംഗ്സ് ഇടുവാണെങ്കിൽ നാളെ തന്നെ ഇടും, എന്നിട്ട് 5 കാര്യങ്ങൾ തിങ്കളാഴ്ച. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.